ഇറാനുമേൽ ആക്രമണം കടുപ്പിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. തെഹ്റാൻ ഉൾപ്പെടെ ഇറാൻ നഗരങ്ങളിൽ വ്യാപകമായ ആക്രമണം തുടരുകയാണ്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലെബനനിൽ 1 ലക്ഷത്തിനുമേൽ ആളുകൾ അഭയാർത്ഥികളായി. അതിനിടെ സൗദിയിലേക്ക് എത്തിയ 3 ക്രൂയിസ് മിസൈലുകൾ സൗദി അറേബ്യ പ്രതിരോധിച്ചു. റിയാദ് അൽഖർജിലെ സൈനിക കേന്ദ്രം ലക്ഷ്യം വെച്ചാണ് മിസൈലുകൾ എത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി MC നാസർ ദുബായിൽ നിന്ന്. MC, എന്താണ് GCCയിലെ ഇപ്പോഴത്തെ അവസ്ഥ? ആക്രമണം ഇറാൻ അവസാനിപ്പിക്കുന്നില്ല എന്നാണോ? ദിഷത് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നിട്ട് 24 മണിക്കൂർ ഏറെക്കുറെ ഈ സൗദിയിലേക്ക് നേരെ നടന്ന മിസൈൽ ആക്രമണം മാറ്റി നിർത്തിയാൽ പൊതുവെ സമാധാനപരമാണ്. UAE ഉൾപ്പെടെയുള്ള ഒരു രാജ്യങ്ങളിൽ നിന്നും ഇത്തരം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടേതായ ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അൽ ജൗഫ് ഏരിയയിൽ സൗദി അറേബ്യയിൽ അവിടേക്ക് ഒരു മിസൈൽ കൂടി ഇപ്പോൾ ഇറാൻ അയച്ചു. അത് വളരെ വിജയകരമായിട്ട് പ്രതിരോധിച്ചതായിട്ട് സൗദി പ്രതിരോധകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ ആയി കുവൈത്തിന് വീണ്ടും വലിയ തോതിൽ ആക്രമണം നടന്നു. മുബാറക് അൽ കബീർ എന്ന തുറമുഖത്തിന് നേരെ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകൾ ചില വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. ഇത് പൂർണ്ണമായിട്ടും അധികൃതർ നിഷേധിക്കുകയാണ്. മുബാറക് അൽ കബീർ പോർട്ടിൽ നിന്ന് 60 കിലോമീറ്റർ അകലെ കടലിൽ ഒരു കപ്പലിന് നേരെ ആക്രമണം നടന്നതായിട്ടാണ് കുവൈത്ത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നത്. കപ്പലുമായി ബന്ധപ്പെട്ട അതിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റ് പല ഗൾഫ് രാജ്യങ്ങളിലും ബഹ്റൈൻ ഉൾപ്പെടെ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഖത്തറിലെ US എംബസിയുടെ പരിസരത്ത് നിന്ന് ആളുകളെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഒരു തീരുമാനം അധികൃതർ ഇന്ന് വെളുപ്പിന് കൈക്കൊണ്ടിരുന്നു. അത് വിജയകരമായി പൂർത്തീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. നിഷാദ്.